സംഘപരിവാറിനും ബി.ജെ.പിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക എഡിറ്റോറിയൽ. വെറുപ്പും വിദ്വേഷവും പരത്തുന്ന സംഘടനകളുടെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മൗനസമ്മതമെന്നാണ് എഡിറ്റോറിയലിലെ പ്രധാന വിമർശനം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. വോട്ട് രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള അടവ് നയമാണ് കേരളത്തിൽ ബി.ജെ.പി സ്വീകരിക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ വിമർശനം. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കുമെതിരെ ശക്തമായ ഭാഷയിൽ ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും പരത്തുന്ന സംഘടനകളുടെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മൗനസമ്മതം ആക്രമണോത്സുകമായ മതവിദ്വേഷത്തെ വളർത്തിക്കഴിഞ്ഞുവെന്നാണ് വിമർശനം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇത്തരം രാഷ്ട്രീയം രാജ്യത്തിൻ്റെ മതേതര ഭരണഘടനയെ അവമതിക്കുകയാണ്. രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്ക് സംബന്ധിച്ച് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തയ്യാറാക്കിയ റിപ്പോർട്ടും എഡിറ്റോറിയലിൽ പരാമർശിക്കുന്നുണ്ട്. 2014 ക്രൈസ്തവർക്കെതിരെ 127 ആക്രമണങ്ങളാണ് ഉണ്ടായതെങ്കിൽ പിന്നീട് ബി.ജെ.പി അധികാരത്തിൽ വന്ന ശേഷം ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. 2024 നവംബർ വരെയുള്ള കണക്കനുസരിച്ച് 745 ആക്രമണങ്ങൾ ഉണ്ടായെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്തുമസിന് കേരളത്തിലും സംഘപരിവാർ സംഘടനകൾ പരീക്ഷണത്തിനിറങ്ങിയെന്നും എഡിറ്റോറിയലിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് കേരളത്തിൽ ബി.ജെ.പി ക്രൈസ്തവരോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വോട്ട് രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള അടവ് നയമാണെന്നും ദീപിക മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.